ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗം സീരിയലിന്റെ നാളത്തെ നല്ലൊരു പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ മൗനരാഗം സീരിയലിലെ ക്ലൈമാക്സ് ഇനി വരുന്ന ഈ വെള്ളിയാഴ്ചയല്ല, അടുത്ത വെള്ളിയാഴ്ചയാണെന്നാണ് അറിയാൻ കഴിഞ്ഞ കേട്ടോ. അപ്പൊ ഈ വെള്ളിയാഴ്ചത്തെ വീക്കിന്റെ പ്രൊമോ നമ്മുടെ പ്രകാശൻ കുറ്റമേൽക്കുന്ന ഭാഗം വരെ കാണിക്കത്തുള്ളൂ. അടുത്ത ആഴ്ചയാണ് പ്രകാശൻ ജയിലിൽ പോകുന്നതും പിന്നെ കല്യാണിയും സരിയു ദുഷ്ടിയാണെന്ന് മനസ്സിലാവുന്നതും അങ്ങനത്തെ കുറെ ഭാഗങ്ങളൊക്കെ അടുത്ത ആഴ്ചയാണ് വെള്ളിയാഴ്ച ക്ലൈമാക്സ്. അങ്ങനെയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത തിങ്കളാഴ്ച മുതൽ സാന്ത്വന സീരിയൽ ആയിരിക്കും 6 മണിക്ക് 6:30 ഈ പുഴയും കടന്ന്. അങ്ങനെയാണ് ഷെഡ്യൂൾ ഇപ്പൊ അറിഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് നാളത്തെ പ്രൊമോയിലേക്ക് കടന്നാലോ. അങ്ങനെ നാളെ കാണിക്കുന്നത് നമ്മുടെ വേലുവിനോട് ചോദിക്കേണ്ട വക്കീലും, നിങ്ങളാണ് ഗംഗപ്രസാദ് തലക്കടിച്ച് എന്നാണല്ലോ ആദ്യം പോലീസിനോട് പറഞ്ഞത്. പിന്നെ ഇപ്പൊ ഇതേ നിങ്ങളിത് മാറ്റി പറയാൻ വേണ്ടി പറഞ്ഞത് നിങ്ങളുടെ കൂടെയുള്ള ഈ 2 പ്രതികളാണോ അതോ നിങ്ങളുടെ വക്കീലാണോ എന്ന് ചോദിക്കണം. അപ്പൊ വക്കീലിനെ കണ്ണടച്ചിങ്ങനെ കാണിക്കണം കേട്ടോ വേലുവിന്. അപ്പൊ വേലു കണ്ട് ആരും പറഞ്ഞതല്ല സാർ, ഞാൻ സത്യമാണ് പറഞ്ഞത്. പിന്നെ ഇതിനെ പോലീസിനോട് ആദ്യം നിങ്ങൾ അങ്ങനെ സമ്മതിച്ചതെന്ന് ചോദിക്കുമ്പോ വേലു പറയണ്ട, അത് എന്നെ കൊണ്ട് സമ്മതിപ്പിച്ചാണ് സാർ. അവർ അത്രയും അടി അടിച്ചപ്പോ ഞാൻ പറഞ്ഞു പോയതാണ് ആ അടിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. അല്ലാതെ ഞാൻ അയാളെ അടിച്ചിട്ടൊന്നുമില്ല. ഞാൻ ഗംഗപ്രസാദ് ആ സമയത്ത് കണ്ടിട്ടേ ഇല്ല എന്ന് വേലു പറയണം. വക്കീലൊന്ന് വേലു ശരിക്കും ഒന്ന് നോക്കുന്നുണ്ട്. വക്കീല് ജഡ്ജിട്ട് പറയണ്ട, ഈ പറഞ്ഞ വേലു തന്നെ പോലീസോ ഇയാളുടെ മേത്ത് ഒരു കൈ പോലും വെച്ചിട്ടില്ല. എന്നിട്ട് ഇയാൾ നോണ പറയാണ് യുവർ ഓണർ. ഇയാൾ തന്നെയാണ് സമ്മതിച്ചത്, ഇയാളാണ് തലക്കടിച്ചെന്ന് ഗംഗപ്രസാദിന്റെ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ കിരണിന്റെ വക്കീൽ എഴുന്നേക്കാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഇത് പറഞ്ഞത് CA ആണല്ലോ, CA മാർട്ടിനാണല്ലോ, എനിക്ക് CA മാർട്ടിനെ ക്വസ്റ്റ്യൻ ചെയ്യണം എന്ന് വക്കീല് നവീൻ പറയുന്നുണ്ട്. അങ്ങനെ CA മാർട്ടിനെ വിളിപ്പിക്കുകയാണ്, പ്രതിക്കൂട്ടി നിർത്തുന്നുണ്ട്. നവീൻ ചോദിക്കുന്നുണ്ട്, CA മാർട്ടിൻ സത്യസന്ധമായിട്ട് കേസ് അന്വേഷിക്കുന്ന ഒരു പോലീസുകാരനാണ് എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ചോദിക്കുകയാണ്, ഈ പറയുന്ന വേലായുധൻ എന്ന് പറഞ്ഞ വേലു നിങ്ങൾക്ക് സമ്മതിച്ചിട്ടുണ്ടായിരുന്നോ ഇയാളാണ് തലക്കടിച്ചതെന്ന്? ഇയാള് സമ്മതിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഇയാളുടെ മേത്ത് കൈ വെക്കുക പോലും ചെയ്തിട്ടില്ല. ക്വസ്റ്റ്യൻ ചെയ്തപ്പോ കുറച്ച് ദേഷ്യപ്പെട്ട് ക്വസ്റ്റ്യൻ ചെയ്തെന്നല്ലാണ്ട് ഒരു തരി വേറൊരു രീതിയിലും ഇവരെ ഉപദ്രവിച്ചിട്ടോ മാനസികമായിട്ട് പീഡിപ്പിച്ചിട്ടോ ഒന്നുമില്ല. പ്രത്യേകിച്ച് ആ കിരണ് വേലുവിന്റെ രതീഷിന്റെ മേത്ത് ഒരു പോലീസുകാരും ഒരു കൈ വെച്ചിട്ടില്ല. പിന്നെ ഈ വേലു പണത് പച്ചക്കള്ളമാണ്. ഇയാൾ തന്നെയാണ് ഞങ്ങളുടെ അടുത്ത് ഇങ്ങോട്ടേക്ക് സമ്മതിച്ചത്. അത് ഈ കിരണിനെ രതീഷിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു. പക്ഷെ ഇയാൾ സമ്മതിച്ചതാണ് യുവർ ഓണർ, ഇയാളാണ് ഗംഗപ്രസാദിന്റെ തലക്കടിച്ചതെന്ന്. അപ്പോ നവീൻ പറയുന്നുണ്ട്, ഓഹോ അപ്പൊ തലക്കടിച്ചെന്ന് ഇയാൾ പറഞ്ഞല്ലോ, അല്ല എന്തുകൊണ്ടാ തലക്കടിച്ചെന്ന് ഇയാൾ പറഞ്ഞായിരുന്നോ? അത് പറഞ്ഞില്ല, തലക്കടിച്ചെന്ന് മാത്രമേ ഇയാൾ പറഞ്ഞുള്ളൂ. ഓ അങ്ങനെയാണ്. അല്ല ഗംഗപ്രസാദ് ഇരുമ്പ് തണ്ടും കൊണ്ട് തലക്കടിച്ചു എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ, അല്ല ഈ ഇരുമ്പ് തണ്ടും കൊണ്ട് തലക്കടിച്ചത് ആരെങ്കിലും അവിടെ പോയി കണ്ടോ? അല്ല ഇത്ര കൃത്യമായിട്ട് നിങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നതുകൊണ്ട് ചോദിച്ചതാണ്. അപ്പോ ഈ CA മാർട്ടിൻ പറഞ്ഞ ആ ഇരുമ്പോലൊക്കെ അവിടെ കിടക്കുന്നുണ്ട് യുവർ ഓണർ, അത് കണ്ടിട്ടാണ് ആ ഇരുമ്പോളി വെച്ചിട്ടായിരിക്കും അടിച്ചെന്ന് പറഞ്ഞത്. അപ്പൊ നവയും പറയണ്ട, അപ്പൊ ആ ഇരുമ്പ് വടി നിങ്ങൾ അവിടെ കണ്ടല്ലോ, അപ്പൊ അതില് ഫിംഗർ പ്രിന്റും കാര്യങ്ങളൊക്കെ അല്ലേ ആദ്യം നോക്കേണ്ടിയിരുന്നത്, പിന്നെന്താ നോക്കാതിരുന്നത് എന്ന് ചോദിക്കുമ്പോ അതൊക്കെ നോക്കാനുള്ള റിപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, റിപ്പോർട്ട് കിട്ടിയിട്ടില്ല എന്ന് പറയണം. ആ സമയത്ത് നമ്മുടെ നവയും പറയണ്ട്, യുവർ ഓണർ കണ്ടില്ലേ ആ റിപ്പോർട്ടും കാര്യങ്ങളും കിട്ടിയിട്ടില്ല, എന്നിട്ട് വേലായുധനാണ് തലക്കടിച്ചെന്ന് പറഞ്ഞിട്ട് ആ രീതിയിൽ കേസ് ചാർത്തിച്ചു. പിന്നെ എന്റെ ഈ പറയുന്ന രതീഷും വേലും കിരണൊക്കെ വളരെ നല്ല വ്യക്തികളാണ്. സമൂഹത്തിൽ അവർ ഒരു തെറ്റ് പോലും ചെയ്തിട്ടില്ല. പ്രത്യേകിച്ച് ഈ കിരണിനെ കുറിച്ചൊക്കെ നല്ല അഭിപ്രായമാണ്. വേലു ആണെങ്കിൽ കാട്ടിലെ ഒരു രീതിയിലും ആരും മൃഗങ്ങളെ പോലും ഉപദ്രവിക്കാത്ത ആൾക്കാരാണ് അവര്. രതീഷ് ആണെങ്കിൽ കിരണിന്റെ സ്വന്തം അളിയനാണ്. അവർ ഒരേ കമ്പനിയിലാണ് വർക്ക് ചെയ്യണത്. അവരാരും ഇതിൽ ഒരു ഇതും ചെയ്തിട്ടില്ല. പിന്നെ ഗംഗപ്രസാദ് അന്ന് ഓഡിറ്റോറിയത്തിൽ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള CCTV ദൃശ്യങ്ങളൊന്നും പകർന്നിട്ടില്ല. പിന്നെ എന്തിനാണ് ഇവര് 3 പേരും സമൂഹത്തിൽ കുറ്റവാളികൾ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് നവീൻ ഓരോരോ ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനൊന്നും മറുപടി പറയാൻ അപ്പുറം എതിർഭാഗം വക്കീൽ ഒരു ഇതും ഇല്ല കേട്ടോ. അങ്ങനെ എതിർഭാഗം വക്കീൽ പിന്നെ എഴുന്നേക്കാണിട്ട് പറയുന്നുണ്ട്, എനിക്ക് കിരണിനോടാണ് ഇനി ചോദ്യം ചോദിക്കാനുള്ളതെന്ന് പറയുമ്പോ ശരി കോടതി മുമ്പാകെ സത്യം മാത്രമേ പറയുള്ളൂ എന്ന് പറഞ്ഞിട്ട് കിരണും ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ആ വക്കീല് ചോദിക്കുന്നുണ്ട്, ഈ പറയുന്ന ഗംഗപ്രസാദിന്റെ അടുത്ത് നിങ്ങൾക്ക് ശത്രുത, അവനെ കൊന്നേ തീരുന്നു പറഞ്ഞിട്ട് നിങ്ങൾ പ്രതിജ്ഞ എടുത്ത ഒരാളാണ് നിങ്ങൾ അല്ലേ എന്ന് ചോദിക്കുമ്പോ അങ്ങനെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്ക് മാത്രമല്ല, അവനാൽ ദ്രോഹിക്കപ്പെട്ട എല്ലാവർക്കും ആ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ നിങ്ങളുടെ കാര്യം മാത്രം പറഞ്ഞാൽ മതി എന്ന് പറയാണ്. അതെ എനിക്ക് അങ്ങനത്തെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ആ ആഗ്രഹം തുടങ്ങിയത് നിങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ കല്യാണിന്റെ അമ്മ ദീപേനെ ഗംഗപ്രസാദ് കൊന്നു. അതിനുശേഷമാണ് നിങ്ങൾക്ക് അയാളോടുള്ള ദേഷ്യം കൂടിയത് അല്ലേ?
അതെ, അതിനു മുമ്പും ദേഷ്യം ഉണ്ടായിരുന്നു. കാരണം എന്നെ കൊല്ലാൻ വന്ന ആളാണ് ഈ ഗംഗപ്രസാദ്. അപ്പോഴേ എനിക്ക് ദേഷ്യം ഉണ്ടായിരുന്നു. പിന്നെ കല്യാണ പാവപ്പെട്ട ഒരു അമ്മേനെ കൊന്നപ്പോ എനിക്ക് ആ ദേഷ്യം കൂടുകയാണ് ചെയ്തത്. അവന്റെ മരണം എന്റെ കൈ കൊണ്ടിട്ടേക്ക് ഉറപ്പിച്ചതാണ് ഞാൻ. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് കിരൺ പറയാണ്. വക്കീല് രതീഷിനോട് ചോദിക്കുന്നുണ്ട്, അപ്പോ താനാണോ ഇത് ചെയ്തത്? അയ്യോ സാറേ, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ഞങ്ങളെല്ലാരും കല്യാണം കൂടാൻ വേണ്ടിയിട്ടാണ് വന്നത്. അതിനുശേഷം ഞങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല സാറേ. പിന്നെ എന്തിനാണോ കിരണിന്റെ വണ്ടി പുറകിലേക്ക് എടുത്ത് മുൻപിലേക്ക് എടുത്ത് അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത് എന്തിനാണ് എന്ന് ചോദിക്കുമ്പോ രതീഷ് പറഞ്ഞത്, അത് കല്യാണത്തിന് ചെറിയ രീതിയിൽ സദ്യയും കാര്യങ്ങളൊക്കെ ഞങ്ങളോട് ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ബാക്കി ഫുഡും കാര്യങ്ങളും പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊണ്ടുപോകാനുണ്ടായിരുന്നു. വേറെ ആരും സഹായത്തിന് വെച്ചില്ലല്ലോ, അതിനാണ് ഞങ്ങൾ ആ വണ്ടി എടുത്തത്. പിന്നെ വേറൊരു വണ്ടി ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ദിലീപിന്റെ വണ്ടി, ആ വണ്ടിയിലെ സാധനങ്ങൾ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ സർ, അതാണ് കിരൺ സാറിന്റെ വണ്ടി എടുത്തത്. കൊള്ളാം, നിങ്ങൾ 3 പേരും ഒരുപോലെ മറുപടി പറയുന്നുണ്ട്. ഇത് നിങ്ങൾ എപ്പോ ആലോചിച്ച് തീരുമാനിച്ച മറുപടികളാണ്? അപ്പൊ കിരൺ പറഞ്ഞിട്ട്, സാറേ ഞങ്ങൾ ആലോചിച്ചെടുക്കാനായിട്ട് ഇത് കള്ളമല്ല, സത്യമാണ്, നടന്ന കാര്യമാണ്. അപ്പോ വക്കീല് പറയുന്നുണ്ട്, ഇവര് 3 പേരും ആ കൊലപാതകത്തിൽ പങ്കാളികളാണ് യുവർ ഓണർ. ഗംഗപ്രസാദ് ഡെഡ് ബോഡി എവിടെയാണെന്ന് ഇവർക്ക് 3 പേർക്കും നന്നായിട്ട് അറിയാം. പക്ഷെ 3 പേരും വായ തുറക്കില്ലെന്ന് പറഞ്ഞിട്ട് ഒറ്റ സമരത്തിൽ നിൽക്കാണ്. എനിക്കറിയില്ല ഇത് ഇവരെ എന്ത് പറഞ്ഞിട്ടാണ് ഇനി സമ്മതിപ്പിക്കേണ്ടതെന്ന്. ആ സമയത്ത് അവിടേക്ക് പ്രകാശൻ കയറി വരുവാണ്. പ്രകാശൻ പറഞ്ഞിട്ട്, യുവർ ഓണർ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ ആരാന്ന് ചോദിക്കുമ്പോ, ഞാൻ കിരണിന്റെയും രതീഷിന്റെ അമ്മായച്ചനാണ്. അതായത് ഈ പറയുന്ന കാർത്തികനെ ലക്ഷ്മിയമ്മനെ കൊല്ലാൻ വേണ്ടിയാണ് ഗംഗപ്രസാദ് കേരളത്തിലേക്ക് വന്നല്ലോ. കാർത്തിക എന്റെ മോളാണ്, ലക്ഷ്മി എന്റെ ആദ്യ ഭാര്യയാണ്. ഓ, പ്രകാശൻ അല്ലെ, ശരി, നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? പ്രതിക്കൂട്ടിലേക്ക് കയറിക്കുമെന്ന് പറയാണ്. അപ്പൊ ആർക്കും അത് മനസ്സിലാവണില്ല. പക്ഷെ നവീനെ മനസ്സിലായി. നവീൻ പ്രകാശോട് ഇന്നലെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഇങ്ങനെ വേറെ ആരെങ്കിലും അവരുടെ കേസ് ഏറ്റെടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ആ കൊലപാതക ശ്രമം ഏറ്റെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരെ 3 പേരെ രക്ഷപ്പെടുത്താൻ പറ്റും. പിന്നെ അതിന്റെ കൂടെ അയാളെ പിന്നീട് രക്ഷപ്പെടുത്താൻ പറ്റുമെന്നൊരു ഉറപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ രക്ഷപ്പെടുന്ന പ്രകാശിന് ആഗ്രഹവും ഇല്ല. ഇവര് 3 പേരും രക്ഷപ്പെടണം. അതിനു വേണ്ടിയിട്ടാണ് പ്രകാശൻ കൊലക്കുറ്റം ഏറ്റെടുക്കണം കേട്ടോ. പ്രകാശൻ കോടതിയിൽ പറയുന്നുണ്ട്, ഇവർക്ക് 3 പേർക്കും ഇതിൽ ഒരു പങ്കുമില്ല. എന്റെ മോളെ കൊല്ലാമെന്ന് ഗംഗപ്രസാദ് ആണ്. ആ സമയത്ത് കിരൺ അയാൾ അടിച്ചു എന്ന് പറഞ്ഞാൽ ശരിയാണ്. അവിടെ നിന്ന് കിരണിന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ട് അയാൾ ഓടുകയും ചെയ്തു. അങ്ങനെ ഓടി അവനെ പിടിച്ച് തലക്കടിച്ചത് ഞാനാണ്. ശേഷം അവിടെ മാറ്റി വെച്ചു. ഇവരെല്ലാരും പോയതിനു ശേഷം ഞാൻ വീണ്ടും ഓഡിറ്റോറിയത്തിലേക്ക് വന്നു. ഗംഗപ്രസാദിന്റെ ഡെഡ് ബോഡി ഞാനാണ് ശേഷം അവിടെ നിന്ന് എടുത്തു മാറ്റിയത്. ശരി, നിങ്ങൾ എവിടേക്കാണ് അത് എടുത്തു മാറ്റിയതെന്ന് ചോദിക്കുമ്പോ പ്രകാശൻ അറിയാലോ ഇപ്പൊ എവിടെയാ കുഴിച്ചിട്ടേക്കണേന്നും. പ്രകാശൻ പറയണ്ട, എല്ലാവരും ആ സമയത്ത് ലക്ഷ്മിയുടെ വീട്ടിലായിരുന്നു. കിരൺ മോനും കല്യാണി മോളും നിൽക്കുന്ന വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. വേലക്കാരത്തി പോലും ഇല്ല. അതുകൊണ്ട് തന്നെ അവരുടെ വീടിന്റെ പിന്നാമ്പുറത്ത് വാഴയും തെങ്ങും ഒരുപാട് ചെടികളും തൈകളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് സ്ഥലമുണ്ട്. അവിടെ ഒരു കുഴി എടുത്തിട്ട് ഗംഗപ്രസാദിന് ഒറ്റക്ക് ഞാൻ തന്നെയാണ് എന്റെ ഈ കൈകൾ കൊണ്ട് കുഴിച്ചു മൂടിയത്. അതിന് മുകളിലേക്ക് ഒരു തെങ്ങും തൈ കൊണ്ട് വെച്ചും ചെയ്തു എന്ന് പറയാണ്. അപ്പൊ കോടതി പറഞ്ഞിട്ട്, ഇയാൾ പറഞ്ഞ ശരിയാണെന്ന് നോക്കാൻ വേണ്ടി അവിടെ പോയിട്ട് തൊണ്ടിമുദ്ര എടുക്കാൻ വേണ്ടി ജഡ്ജി പറയാണ്. അങ്ങനെ കുറെ പോലീസുകാരും പോലീസ് നായ്ക്കളൊക്കെ ചേർന്നിട്ട് അവിടെ അങ്ങോട്ട് പോകുന്നുണ്ട്. അവിടെ പോയി കുഴി എടുക്കുമ്പോൾ ശരിയാണ്, നമ്മുടെ ഒരു ശവം അവിടെ കിടക്കുന്നുണ്ട്. അത് ഗംഗപ്രസാദ് അറിയാൻ വേണ്ടി ടെസ്റ്റും കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുന്നുണ്ട്. അങ്ങനെ അവസാനം എത്താണ് ഗംഗപ്രസാദിന്റെ ശവം അവിടെ തന്നെയുണ്ട്. തലക്കടി ആയിട്ടാണ് മരിച്ചിരിക്കുന്നത്. പക്ഷെ തലക്കടിച്ചപ്പോഴേ ആരാണെന്ന് ഇപ്പോഴും അറിഞ്ഞിട്ടില്ല കേട്ടോ. അത് വേറെ കാര്യം. അതിനറിയോ എന്തോന്ന് അറിയില്ല. ഒരാഴ്ച കൂടിയല്ലേ സീരിയലുള്ളൂ. അതിനുള്ളിൽ അതൊക്കെ എന്തെങ്ങനെ കാണിക്കുമെന്നും അറിയില്ല. എന്തായാലും കാത്തിരുന്ന് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.